ഇതെനിക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഞാനിത് ഈ ചർച്ച ചെയ്യാൻ തന്നെ കാരണം ഞാൻ ഒരു മാസം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഡൽഹി അന്തരീക്ഷ വിമാനത്താവളത്തിൽ നിൽക്കുമ്പോൾ എയർപോർട്ട് സ്റ്റാഫ് വന്ന് ഐഡന്റിറ്റി കാർഡ് നോക്കിയിട്ട് ചുമച്ച് തുപ്പി അവിടുത്തെ ഡസ്റ്റ്ബിനിലേക്ക് തുപ്പാണ്. പല നാട്ടുകാരും നിൽക്കാൻ പല അറയ്ക്കുന്നുണ്ട്. ഈ കോഫി കപ്പൊക്കെ ഇടാനായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട് ഇതിലിടണോ. അപ്പോൾ അത് ഞാൻ അതിനെപ്പറ്റി ഫേസ്ബുക്ക് കുറിപ്പിട്ടപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു കേരളത്തിൽ വലിയ മാറ്റം വന്നിട്ടില്ല എന്നും. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിയുണ്ടെന്ന് തോന്നി. മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ മെട്രേജേട്ടൻ പറഞ്ഞ പോലെ മുറ്റത്ത് മുറുക്കി തുപ്പുന്ന അമ്മൂമ്മമാരെ കൊണ്ടൊരു കാലം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തെ അങ്ങനെ. ഇപ്പം അങ്ങനെ ഇല്ല. അതാ മുറുക്ക് എന്ന് പറയുന്ന സാധനം തന്നെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മുറുക്കുന്നത് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇവിടെ ഈ ഹാൻസ് തിന്നിട്ട് തുപ്പുന്നവരായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ വീടിനകത്ത് നമ്മൾ ഒരിക്കലും തുപ്പിയിട്ടില്ല. അത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെങ്കിലും ഒരു ജനൽ കണ്ടാല്, ഇനി ജനലിൽ ഒരു ഗ്ലാസ് പൊട്ടി ഒരു ദ്വാരം കണ്ടാൽ ഞാൻ അതെടുത്തു. പുറം എന്ന് പറയുന്നത് നമ്മളുമായി ബന്ധപ്പെട്ടതല്ല. ഇപ്പോഴും ഉണ്ട് ബസ്സിന് തുപ്പിക്കളെ, ബസ്സിന്റെ അടുത്ത് പുറത്തേക്ക് തുപ്പ. പുറം എന്ന് പറഞ്ഞാൽ അകം. നമ്മുടെ അതാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ അകം വൃത്തിയാക്കുകയും പുറം വൃത്തികേടാക്കുക എന്ന് പറയുന്നത്. വൃത്തികേടാക്കുന്നതിനല്ല, പുറം അത് ഇടാനുള്ള സ്ഥലമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. അതാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു ശീലമാണ് എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ ശാരീരിക. പക്ഷെ ഇത് ഓർഗാനിക്കായ സാധനമായത് കാരണം കൊണ്ട് പണ്ട് കാലത്ത് ഒരു വലിയ പ്രശ്നമായിട്ട് ഒരിക്കലും അനുഭവിക്കത്തില്ല. കാര്യമുണ്ട്. ബാക്ടീരിയയോ അല്ലാത്ത ചെറിയ ജീവികളോ ഇതെല്ലാം തിന്നോ എടുത്തോ അതങ്ങ് പോയി അത് അങ്ങ് പോകും. പക്ഷെ നമ്പർ കൂടുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ സംഭവിക്കത്തില്ല. നഗരത്തിനകത്തേക്ക് വരുമ്പോഴത്തേന് ആര് കാണാതിരുന്നാൽ അവിടെ എല്ലാം മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റുമെന്ന്. ഏതാണ് ഈ ഒരു പ്രശ്നമാണ് നമുക്കുള്ളത്. അത് ഈ ലോകം ഒരുപാട് മാറുകയും പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരികയൊക്കെ ചെയ്യുമ്പോൾ ആണ് നമ്മൾ ഈ ആ ഒരു വ്യത്യാസം. ഇത് ഇത്തരം നമ്മൾ കുറെ കണ്ട് ശീലിച്ചൊക്കെ നമ്മൾ നമുക്ക് ശീലമായത് കാരണം കൊണ്ട് തുടർന്നുകൂടാ. അത് അവിടെയാണ് പ്രശ്നം. ടൂറിസ്റ്റുകൾ വരുന്നവര് നമ്മൾ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ തടസ്സമായിട്ട് ഇത് വരും എന്ന് കാണുന്നതാണ് നമ്മളൊരു വശം. അതേപോലെ തന്നെ പക്ഷെ ഇത് രോഗം പരത്തും. നമ്മളിപ്പം ചികിത്സിച്ച് ഭേദമാക്കുന്ന രോഗങ്ങൾ ക്ഷയം വരുത്താൻ ഇതിനപ്പുറത്തോട്ടൊരു പണിയില്ലല്ലോ. കാത്തിച്ച് പുറത്തേക്ക് തുപ്പുന്ന ഒരാൾ ക്ഷയരോഗിയായ ഒരാളാണ് തുപ്പിയെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വായുവിനകത്ത് പരന്ന് മറ്റുള്ള ശ്വസിക്കുന്നവരുടെ ഇടയിൽ എത്തിച്ചേരും എന്നുള്ളത് അത് അറിഞ്ഞൂട. ഇതുപോലെയാണ് ഈ തുപ്പുന്നവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മറ്റുള്ള ആളുകളിലേക്ക് പരക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മൂക്ക് പിഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനൊന്ന് തൂക്കും, അല്ലെങ്കിൽ ഇങ്ങനൊന്ന് അടിക്കും. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അടിച്ചിട്ട് അടുത്ത തൂണയിൽ പിടിക്കും. അതേ തൂണയിൽ തന്നെ വേറൊരാൾ പിടിക്കും. ബസ്സിനകത്ത് കയറുന്നിടത്തെല്ലാം പിടിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ പറ്റിച്ചു വെച്ചിട്ട് രോഗം പരത്തുന്ന സ്ഥലങ്ങളായിട്ട് തീരുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ നമ്മൾ കൊറോണ വന്നപ്പോഴാണല്ലോ ആദ്യമായിട്ട് ഈ മുഖം മൂടി ഇപ്പൊ ധരിക്കുന്നതിന് മടിയില്ലാതായിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ അത് സ്വയം രോഗം വരാതിരിക്കാൻ മാത്രമാണ്. കൺസേൺ ഉണ്ടാകുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്കുള്ള രോഗം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാനും നമുക്ക് ഈ ഇതേ മാസ്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള അറിയുന്നുണ്ട്. ഒരു ജലദോഷം വന്ന ഒരാളിന് അല്ലെങ്കിൽ ഒരു പനി പിടിച്ച ഒരാളിന് കണിശമായിട്ട് മാസ്ക് ധരിച്ച് പുറത്തിറങ്ങാവുന്നതാണ്. അയാൾക്ക് രോഗം വരാതിരിക്കാനല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ. ഈ ഒരു ഷിഫ്റ്റാണ് നമ്മൾ ഈ നഗരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ലേൺഡ് ബിഹേവിയർ ആയിട്ട് മാറ്റേണ്ട ഏരിയ. ഈ ഏരിയക്കകത്ത് നമുക്ക് സത്യത്തില് ക്ലാസ് റൂമിനകത്ത് കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസമാണ്.